എന്താണ് ഇവരുടെ പ്രശ്നം? കുംഭമേളയ്ക്ക് എന്താണ് കുഴപ്പം? മലയാളികൾ സ്നാനത്തിന് പോയത് ഇത്രയും വലിയ അപരാധമാണോ? ഹിന്ദുവിരുദ്ധത മാധ്യമങ്ങൾ മുഖമുദ്രയാക്കിയിരിക്കുന്ന വർത്തമാനകാലത്ത് കേരളത്തിൽ നമ്പർ 1 എന്നവകാശപ്പെടുന്ന വാർത്താ ചാനൽ വിളമ്പിയത് കവർ സ്റ്റോറിയല്ല ചവർ സ്റ്റോറിയാണെന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു, കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്നും വിരമിച്ച അധ്യാപകൻ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ MV നടേശൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ വിഷയത്തിൽ അവതാരകയ്ക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയ KCDP ചെയർമാൻ രഞ്ജിത്ത് എബ്രഹാം തോമസ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ, ഞാൻ ഈ സംവാദം നടേശൻ സാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. സാർ, ഈ ഒരു പരാമർശത്തിൽ നിന്നും താങ്കൾ മനസ്സിലാക്കിയത് എന്താണ്? നമസ്കാരം. ഏഷ്യാനെറ്റിന്റെ അവരുടെ ഒരു പ്രഖ്യാപന വാക്യങ്ങളാണ് നേരോടെ, നിർഭയം, നിരന്തരം എന്നുള്ളത്. അതിലൊരു കാര്യം മാത്രമാണ് അതിൽ ശരിയുള്ളത്, നിരന്തരമാണ്. പക്ഷെ നേരല്ല പറയുന്നത്. പിന്നെ ഈ നിർഭയമായിട്ട് ഹിന്ദുവിനെതിരായി, ഇവിടുത്തെ സനാതനധർമ്മത്തിനെതിരായി എന്തും നിരന്തരം ചെയ്യാം എന്ന ഒരു പ്രവർത്തനം കഴിഞ്ഞ ഏറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നത്തെ ഇതല്ല, ശബരിമല ഇഷ്യൂയിലും അതുപോലുള്ള ഏത് വിഷയത്തിലും എന്തെല്ലാം ഹിന്ദുക്കൾക്കെതിരെ പെരുപ്പിച്ചു കാണിക്കാമോ അതെല്ലാം ചെയ്യുന്നത് ഏഷ്യാനെറ്റാണ്. ഈ ഏഷ്യാനെറ്റിനെ സമൂഹം നൽകിയ ഒരു പേരുണ്ട്. അത് ഏഷ്യാനെറ്റിന്റെ, അത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്കിലും ഏഷ്യാനെറ്റിൽ സമൂഹം കൊടുത്തിരിക്കുന്ന പേര് വേശ്യാനെറ്റ് എന്നാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരു വേശ്യക്ക് പോലും അവരുടേതായ ഒരു എത്തിക്സ് ഉണ്ട്. ഇത് സ്വന്തം മുതലാളിയെ പോലും ചതിക്കുന്ന തരത്തിൽ, ഹിന്ദുവിനെ ചതിക്കുന്ന തരത്തിൽ, മനുഷ്യകുലത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഉള്ള ഈ തരത്തിലുള്ള പ്രവൃത്തി കാണിക്കുന്നത് നിങ്ങൾ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ഒരിക്കലും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കയ്യിലൊരു മൈക്കും എല്ലില്ലാത്ത നാവും അത് ഏറ് ചെയ്യാനൊരു മുതലാളി ഉണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരുടെയും നെഞ്ചത്ത് കയറി താണ്ഡവമാടാമെന്ന് എല്ലാ കാലത്തും ധരിക്കരുത്. അതിന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉള്ളത് കൊണ്ട് തന്നെയാണ് സിന്ധു സൂര്യകുമാർ ഈ തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. തികച്ചും വ്യക്തിപരമായ ഒരു അഭിപ്രായമല്ലത്. അവരുടെ പിന്നിൽ വളരെ കൃത്യമായ ചില സംഘങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരായി നിരന്തരം കേസ് കൊടുക്കുക മാത്രമല്ല, ആ ചാനലിൽ നിന്നും അവർക്ക് എന്തെങ്കിലും നെറിവുമുണ്ട് എങ്കിൽ അതിൽ നിന്ന് അവരെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. പൊതുസമൂഹത്തിന് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന ഈ തരത്തിലുള്ള മാധ്യമപ്രവർത്തകരോട് പറയാനുള്ള ഒരു മറുപടി യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത്. അതായത്, കുംഭമേളയിൽ പലരും വന്നിരുന്നു, ഭഗവാനെ കാണാൻ ഭക്തര് വന്നു, ശാന്തി തേടി വന്നു, അവർക്കതെല്ലാം ലഭിച്ചു. പക്ഷേ കക്കുസു മാലിന്യം കാണാൻ വേണ്ടിയിട്ട് അതും തേടി വന്നവർക്ക് അതും കിട്ടി എന്ന് ഒരു പരാമർശം നടത്തി. ഈ തരത്തിലാവരുത് ഒരിക്കലും മാധ്യമ പ്രവർത്തകർ. സമൂഹത്തിന് ചില നന്മകൾ എത്തിച്ചു കൊടുക്കാനുള്ള വളരെ വലിയ ദൗത്യമാണ് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന പ്രാഥമികമായ ആ ഒരു ബോധം മറന്നുകൊണ്ടാണ് ഇവരിതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അതുകൊണ്ട് വീണ്ടും അവരോട് സൂചിപ്പിക്കാനുള്ളത്, ഹിന്ദുവിന് വളരെ ഏറെ ക്ഷമയുണ്ട്, സഹിഷ്ണുതയുണ്ട്. പക്ഷെ എല്ലാ കാലത്തും സഹിക്കും, പൊറുക്കും എന്ന് ധരിക്കരുത്. നമ്മുടെ ഫഡ്നാവിസ് പറഞ്ഞതുപോലെ
എന്റെ തീരത്ത് നിന്നും വെള്ളം ഇറങ്ങിപ്പോയി എന്ന് കരുതി അവിടെ വീട് പണിയാൻ ശ്രമിക്കരുത്. ഞാൻ കടലാണ്, തിരിച്ചു വരും, എല്ലാം തകർത്തെറിയുമെന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. ഇവരോട് നമുക്ക് അത് മാത്രമാണ് പറയാനുള്ളത്. എല്ലാം ക്ഷമിക്കും ഹിന്ദു. പക്ഷേ ആ ഹിന്ദു ഒന്നിച്ച്, അത് കോൺഗ്രസിലുള്ള ഹിന്ദു അതെ, കമ്മ്യൂണിസത്തിലുള്ള ഹിന്ദു അതെ, BJPയിലുള്ള ഹിന്ദു അതെ, അവർ ഇത്തരത്തിലുള്ള നെറുകേട് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ഒന്നിച്ചു നിൽക്കും. അങ്ങനെ വന്നാൽ ഈ 1ാം സ്ഥാനമൊക്കെ 10ാം സ്ഥാനത്തേക്ക് പോകാനൊന്നും അധികം കാലം വേണ്ടി വരില്ല. ഈ തരത്തിൽ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരുന്ന പല മാധ്യമ സിംഹങ്ങളും ഇന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി മറ്റു ചില പ്രവർത്തനങ്ങൾക്ക് പോയവരെയൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഹിന്ദു വിരുദ്ധതയുടെ ഒരു മുഖം മാത്രമാണ് ഇത് കാണുന്നത്. മാധ്യമ സ്വാതന്ത്ര്യക്കാർക്ക് ഭരണഘടനയുടെ 19ാം അടിസ്ഥാന അവകാശത്തിൽ മനുഷ്യന് നമുക്ക് ലഭിച്ചിട്ടുള്ളതായ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായി മാധ്യമ പ്രവർത്തകരാണ് എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ആക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പിന്നെ 65 കോടി ജനങ്ങളാണ് വന്നിട്ടുള്ളത്. ആ 65 കോടി ജനങ്ങളെ പോലെ തന്നെ നൂറുകണക്കിന് കോടി ജനങ്ങൾ അവിടെ വരാൻ ആഗ്രഹിച്ചവരാണ്. അത്രയും മനുഷ്യരെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത്. അവിടെ ഹിന്ദു മാത്രമല്ല, സിഖുകാരും ബൗദ്ധന്മാരും അതുപോലെ തന്നെ മറ്റ് പല മതവിഭാഗത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇതാരും ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതല്ല. ഗംഗയിൽ പോയി സ്നാനം ചെയ്യണം എന്ന ഓരോ ഭക്തന്റെയും അടിസ്ഥാന അവകാശം, തന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള ഒരു ചെറിയ കാര്യത്തിനെയാണ് ഇവർ ആക്ഷേപിച്ചത്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് ഒരു ചാനലുകാരും കുംഭമേള നടക്കുന്നതിനെ കുറിച്ച് ഒരു വാർത്ത പോലും ചെയ്തില്ല. അവരാകെ ചെയ്തത് കുംഭമേളയിലെ തിരക്കിൽപ്പെട്ട് കുറച്ചു പേര് മരിച്ചപ്പോൾ ചാടി ഉണർന്നു ദാ എല്ലാം പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ തരത്തിൽ നിരന്തരം നെഗറ്റീവ് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏഷ്യാനെറ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റിപ്പോർട്ടർ അല്ല, അവർ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, ഇതല്ല മാധ്യമ പ്രവർത്തനം. പഠിക്കണം. മനുഷ്യ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഹിന്ദു സമൂഹത്തെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഇനിയും പലതും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. പഠിക്കണം. എന്നിട്ട് വേണം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിയാൻ. നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത ഈ വിദ്വേഷത്തിന്റെ വിത്താണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3-3.5 കോടി ജനങ്ങളുള്ളതായ ഈ കേരളത്തിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അക്രമവും അനീതിയും എല്ലാം നടക്കുന്നു. പക്ഷേ 65 കോടി ജനങ്ങൾ അവിടെ വന്നിട്ടും ആ തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് അത് ആരൊക്കെ ഉണ്ടാക്കിയതാണ് എന്നുള്ളതെല്ലാം കാലം ഏറെ താമസിയാതെ ജനം മനസ്സിലാക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഇത് വളരെ കൃത്യമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ഇത് നിർത്തണം. കാരണം ഹിന്ദു ഉണർന്നിരിക്കുകയാണ്. ഹിന്ദു വിരുദ്ധത പറഞ്ഞിരുന്ന പല സ്ഥലങ്ങളിലും, അതിലൊരു ചെറിയൊരു ഉദാഹരണമാണ്, ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തെയും ഹിന്ദു വിരുദ്ധതയും രാഷ്ട്രവിരുദ്ധതയുടെയും കേന്ദ്രമായിരുന്ന JNUവിലെ വലിയ വിപ്ലവകാരികൾ ഇന്നിപ്പം മിണ്ടാപ്രാണികളായി മാറിയിരിക്കുകയാണ്. അതിന് കാരണം എല്ലാ കാലത്തും ജനങ്ങളെയും പറ്റിക്കാമെന്നോ തെറ്റായ സന്ദേശങ്ങൾ നൽകി ആളുകളെ വഴിപിഴപ്പിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം സമൂഹം പ്രതികരിക്കും. ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്.